നമസ്കാരം. ഇന്ന് 2025 ഒക്ടോബർ മാസം 31 വെള്ളി, തുലാം 14. സമൃദ്ധി സാംസ്കാരിക വേദി തുറന്നു വാർത്തയിലേക്ക് സ്വാഗതം. സമൃദ്ധി സാംസ്കാരിക വേദിയുടെ കളിയരങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ഗായകർക്കും സഹോദരങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് അധ്യക്ഷൻ അനിൽ കൊല്ലം. സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1140 കോടി രൂപയുടെ വികസന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. രാജ്യത്തുടനീളം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി യാത്രക്കാർക്കുള്ള 76 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. നാടിന്റെ വികസനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം വേണ്ടെന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സർദാർ പട്ടേലിന്റെ 180ാം ജന്മദിനത്തോടനുബന്ധിച്ച് 180 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. കേരള നിയമസഭ നവംബർ 1 പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കും. 15ാം നിയമസഭയുടെ 15ാം സമ്മേളനമാണ് കേരള പിറവി ദിനത്തിൽ വിളിച്ചു ചേർക്കുന്നത്. കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതി റിമാൻഡ് ചെയ്തു. ഓണറേറിയം കൂട്ടിയെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം തുടർന്ന് ആശാപ്രവർത്തകർ തുടർ സമരരീതി ഇന്ന് പ്രഖ്യാപിക്കും. 2 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം കൂടി കൈമാറി ഹമാസ്. ICC വനിതാ ലോകകപ്പ് 2ാം സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 339 റൺസ് വിജയലക്ഷ്യം. സാംസ്കാരിക വേദി, ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ.